ചെറിയ ബഡ്ജറ്റിൽ നല്ല വാഹനങ്ങൾ നോക്കുന്നവർക്ക് വാറണ്ടി വരെ പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി വാഹനങ്ങളാണെന്ന് പരിചയപ്പെടുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് മാരുതി സുസുക്കി ഇഗ്നിസ് 22 വണ്ടി നമുക്ക് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കും. 25,000 സിംഗിൾ ഓൺഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അതും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഗ്രാൻഡ് ഐറ്റാണ്. 40,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? 390. ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. 2017-18 രജിസ്ട്രേഷൻ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 85,000 കിലോമീറ്റർ, 1 lakh ഉണ്ടെങ്കിൽ വണ്ടി. ഡീസലിൽ ഏകദേശം 18-20 വരെ മൈലേജ് കിട്ടുന്ന മാഗ്ന ഓപ്ഷനിൽ വരുന്ന ഒരു i20. 2014 മോഡല്, പിന്നെ തേർഡ് ഓൺഷിപ്പ്, 110 ഓട്ടം. നമുക്കൊരു 4 MB കൊടുക്കും. ടയോട്ട അർബൻ ക്രൂയിസർ, അത് നമുക്ക് 2022 മോഡല്. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ വെറും 36,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വാഹനം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കൊരു 8 MB 8 MB. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് നല്ലൊരു ഫാമിലിക്ക് കുറഞ്ഞ മെയിൻ്റനൻസും അത്യാവശ്യം നല്ലൊരു കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ലോ മെയിൻസിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. സെക്കൻഡ് ജനറേഷനിൽ വരുന്ന ഒരു ഹോണ്ട അമേസ്. 2021 മോഡല്, സെക്കൻഡ് ഓൺഷിപ്പ് ആണ്, 56,000 കിലോമീറ്റർ. എത്ര രൂപ വണ്ടി ഇറക്കാം? നമുക്കൊരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 6 മാസം വരെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടയോട്ട എത്തിയോസ്, അത് 2018 BD. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 645. നമുക്കൊരു ഒറിജിനൽ കേരള എത്തിയോസ് ലിവ, അത് നമുക്ക് 2015 മോഡൽ വാഹനം, ഡീസലാണ്, GD ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 490 കൊടുക്കാം. 490. അപ്പോൾ ഫോക്കസ് മോട്ടോഴ്സിലാണ് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ വാഹനങ്ങളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ വലിയ വാഹനങ്ങളുമായിട്ട് എക്സ്ചേഞ്ച് വന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ.